നെടിയിരിപ്പ് സ്വരൂപം എന്നറിയപ്പെട്ട കോഴിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന സാമൂതിരി തന്റെ കൊട്ടാരത്തിൽ ഹൽവയുണ്ടാക്കാനായി ഗുജറാത്തിൽ നിന്ന് പാചകക്കാരെ ക്ഷണിച്ചു വരുത്തി. കൊട്ടാരത്തിന്റെ അടുക്കളയുടെ മതിൽക്കെട്ടിന് പുറത്ത് രാജാവ് അവർക്ക് സ്ഥലവും നൽകി. ഗുജറാത്തികൾ ഹൽവ ഉണ്ടാക്കിയ തെരുവ് പിന്നീട് ഹൽവയുടെ പേരിൽ പ്രശസ്തമായി. കോഴിക്കോട്ട് വ്യാപാരത്തിനെത്തിയ അറബികൾ ഹൽവയുടെ മധുരവും കൂടെ കൊണ്ടുപോയി. കടൽ കടന്നെത്തിയ പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹൽവ മധുരം ശരിക്കും ബോധിച്ചു. മാംസം പോലിരിക്കുന്ന മധുരമുള്ള ആ പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ ഹൽവ വിൽക്കുന്ന തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്ന് പേര് ലഭിച്ചു. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെ മലയാളീകരിച്ചപ്പോൾ അത് മിഠായി തെരുവായി മാറി. കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവ്. 500 വർഷത്തെ ചരിത്രമെങ്കിലും പറയാനുള്ള മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മാർക്കറ്റുകളിൽ ഒന്നാണ്. സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം ഈ തെരുവിൽ പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് കാണാനെത്തിയവരെയെല്ലാം ഈ തെരുവ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ അറബികളും ചീനക്കാരും പോർച്ചുഗീസുകാരുമുണ്ട്. ഗുജറാത്തികളെ പോലെ തന്നെ പാർസികളും ഒരു കാലത്ത് ഈ